നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. പലിശ നിരക്ക് 4.75% കുറച്ച് ബാങ്ക് ഓഫ് കാനഡ. 2020 മാർച്ചിന് ശേഷം ഇതാദ്യമായാണ് ബാങ്ക് ഓഫ് കാനഡ അതിന്റെ പ്രധാന പലിശ നിരക്കിൽ ഇളവ് പ്രഖ്യാപിക്കുന്നത്. നാണയപ്പെരുപ്പത്തിനെതിരായ പോരാട്ടത്തിൽ തങ്ങൾ വിജയത്തിനരികിലാണെന്നും ഈ നിരക്കിളവ് കാനഡയിലെ സകല ബിസിനസ്സുകൾക്കും ഉണർവേകുമെന്നും ബാങ്കിന്റെ പണനയം ഇനിമേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഇല്ലാത്തതാവുമെന്നും ബാങ്ക് ഓഫ് കാനഡ ഗവർണർ ടിഫ് മക്ലം അറിയിച്ചു. കനത്ത മഴ വരുന്നു. ടൊറന്റോണിയൻസിനോട് കരുതിയിരിക്കാൻ കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് രാത്രിയോടെ ടൊറന്റോയിൽ ശക്തമായ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയുണ്ടാകുമെന്നും 10 മുതൽ 20 മില്ലിമീറ്റർ വരെ വ്യാപ്തി മഴയ്ക്കുണ്ടാകുമെന്നും വെള്ളപ്പൊക്കമോ മറ്റ് നാശനഷ്ടങ്ങളോ പ്രതീക്ഷിക്കണമെന്നും വെതർ കാനഡയുടെ മുന്നറിയിപ്പിൽ പറയുന്നു. ഭവനവില ഇടിഞ്ഞു നിന്നമേ പ്രതീക്ഷയുടെ ഭാരമേറി ജൂൺ. ടൊറന്റോ റീജിയണൽ റിയൽ എസ്റ്റേറ്റ് ബോർഡിന്റെ കണക്കുപ്രകാരം മെയ് മാസത്തെ വീടുകളുടെ വിൽപ്പന കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 21.7% കുറഞ്ഞു. എന്നാൽ പുതിയ ലിസ്റ്റിംഗുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം വീട്ടുടമകൾ ഡിമാൻഡ് വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ 8,960 വീടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 7,013 വീടുകൾ മാത്രമേ ഈ വർഷം മെയ് മാസത്തിൽ കൈമാറാൻ കഴിഞ്ഞുള്ളൂ എന്നും ബോർഡ് കണ്ടെത്തുന്നു. ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിൽ ശരാശരി വിൽപ്പന വർഷം തോറും 2.5% കുറഞ്ഞ് $11,65,691. ബാങ്ക് ഓഫ് കാനഡ മോർഗേജ് നിരക്കുകൾ കുറയ്ക്കുന്നതോടെ വിപണിയിൽ ഉത്സാഹം പ്രകടമാകുമെന്ന് ടൊറന്റോ റീജിയണൽ റിയൽ എസ്റ്റേറ്റ് ബോർഡ് ചെയർമാൻ ജെന്നിഫർ PS പ്രത്യാശ പ്രകടിപ്പിച്ചു. കാനഡയിലും US-ലുമുള്ള ഫ്ലൈറ്റുകളിൽ വർഷാവസാനം വരെ സൗജന്യ ബിയറും വൈനും ലഭ്യമാക്കി എയർ കാനഡ. എയർ കാനഡയിൽ യാത്ര ചെയ്യുന്ന അന്താരാഷ്ട്ര യാത്രികർക്കും ആഭ്യന്തര സർവീസിൽ ബിസിനസ് ക്ലാസ്സിലും നിലവിൽ ലഭ്യമായിരുന്ന സൗജന്യ ഭക്ഷണവും ബിയറും വൈനുമൊക്കെ ഇപ്പോൾ ഇക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ആഭ്യന്തര യാത്രക്കാർക്കും ലഭ്യമാക്കിക്കൊണ്ട് എയർ കാനഡ പുതിയ ഉത്തരവിറക്കി. സൗജന്യ ബിയറിൽ ഹോപ്പ് വാലി, ക്രീമോർ സ്പ്രിംഗ്സ്, പ്രീമിയം ലാഗർ, മോൺസൺ കനേഡിയൻ, ക്രൂസ് ലൈറ്റ് എന്നിവ ഉൾപ്പെടുന്നു. വൈൻ ലിസ്റ്റിൽ പോൾമാസിന്റെ റെഡ് വൈനും വൈറ്റ് വൈനും ഫ്രഞ്ച് വൈനുകളും ഉൾപ്പെടുന്നു. സ്പിരിറ്റുകൾ ലഭിക്കണമെങ്കിൽ $5 നൽകിയേ മതിയാവൂ. $5 ബെയ്ലെസ്, കനേഡിയൻ ക്ലബ് റേ, ട്രോംപ, ട്വക്കില്ല ബാങ്കോ തുടങ്ങിയ സ്പിരിറ്റുകൾ ലഭ്യമാണ്. എയർ കാനഡയോടൊപ്പമുള്ള ആഭ്യന്തര യാത്രകളും ഇനി മിന്നിയാകട്ടെ. കാനഡ ബോർഡർ സർവീസസ് ഏജൻസി വെള്ളിയാഴ്ച പണിമുടക്കും. തങ്ങളുടെ ആവശ്യങ്ങളോട് നിരന്തരമായി മുഖം തിരിക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച പണിമുടക്കിന് ആഹ്വാനം നൽകിയിരിക്കുകയാണ് കാനഡയിലെ അതിർത്തി സർവീസ് തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന 900-ലധികം അംഗങ്ങളുള്ള യൂണിയൻ. സമരം മൂലം അതിർത്തി ഗതാഗതം തടസ്സപ്പെട്ടാൽ ഉത്തരവാദി സർക്കാരായിരിക്കുമെന്നും മെച്ചപ്പെട്ട വേതനവും ജോലി സുരക്ഷയും ആവശ്യപ്പെട്ട് നടത്തുന്ന ഈ സമരം തികച്ചും ന്യായമാണെന്നും യൂണിയനുകൾ പറയുന്നു. സമരം അതിർത്തി ഗതാഗതത്തെ സാരമായി ബാധിച്ചേക്കാൻ സാധ്യതയുള്ളതിനാൽ വെള്ളിയാഴ്ച അതിർത്തി കടന്നുള്ള യാത്രകൾ ഒഴിവാക്കുന്നതാവും ഉത്തമമെന്നും യൂണിയനുകൾ പൊതുജനങ്ങളെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.